ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എവിടെ പോത്തുന്നായിരിക്കൂലേ? ഓട്ടർഷയിലാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, കാക്കു പള്ളിക്ക് പോയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ നട്സ് സാധനങ്ങളൊക്കെ എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വൈകിയപ്പോൾ കാക്കുവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിക്ക് പോയിക്കോളി, ഞാനിവിടെ ഇരുന്നോളായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടോ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ, കൈകൊണ്ട് വയ്യായിട്ടാണ്. റെഡി ആയിക്കൊണ്ട് നിൽക്കണുള്ളൂ കേട്ടോ. കെട്ടും മാറാപ്പൊക്കെ ഞാൻ കഴിച്ചു മക്കളെ. ഇത് കഴിച്ചണില്ല, എല്ലാം കൂടി നമ്മളെല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഈ കെട്ടുണ്ടാവുമ്പോൾ ഒന്നും നടക്കണില്ല. ഒരു കെട്ടും മാറാപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്ന് വരാൻ പറഞ്ഞു കേട്ടോ വൈദ്യർ. ഒന്നാമത് ഇത് ഇട്ടാൽ നമുക്ക് ഒരു പരിപാടി നടക്കൂല. മക്കളെ കുളിപ്പിക്കലും ഒക്കെ പാടെ മാനേജ് ചെയ്യാൻ കഴിയണില്ല. പിന്നെന്താ, പുതിയ ബാച്ച് നട്സ് ലേഹ ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നും പൈസ തന്നോലത് ഞാൻ വിട്ടിട്ടില്ല. ഒന്നാമത് ഇന്ന് പുതിയ ഫ്രഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് അടുത്ത സ്ഥലങ്ങളിലാണ്, ഈ പാണ്ടിക്കാട് പിന്നെ മഞ്ചേരി ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇടവണ്ണ, നിലമ്പൂർ. ഓൽക്കൊക്കെ പെട്ടെന്ന് കിട്ടും, കൊറിയർ വിട്ടാൽ 2-3 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ മറ്റേ പഴയ ബാച്ച് ഇവിടെ ഉണ്ടല്ലോ, പഴയത് തന്നെ എല്ലാ ആഴ്ചയാണ് ഉണ്ടാക്കണം കേട്ടോ. അതുതന്നെയാണ്. പിന്നെന്താ, അപ്പോൾ കൈയൊക്കെ ശരിയാ, എല്ലാവരും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. 2 മണിയൊക്കെ ആവുമല്ലോ ഇനി തുറക്കാൻ. കാക്കു വന്നിട്ടുണ്ട് പള്ളിക്കെന്ന്. അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും മെസ്സേജ് ഇട്ടോളി. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, എനിക്ക് എടുക്കാൻ കഴിയണില്ല കേട്ടോ മക്കളെ. 1.5 കൈയാണ്, നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ഒരു മെഷീനൊക്കെ തിരഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്നും പറയണ്ടി കേട്ടോ. നമ്മളെ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ നെക്കി പിഴിഞ്ഞ് എടുക്കണ സാധനം, പൊടിച്ചണ യന്ത്രമൊക്കെ. അപ്പം അങ്ങനെ ആർക്കെങ്കിലൊക്കെ അറിവുണ്ടെങ്കിൽ ഒന്നും പറയണ്ടി. അതേപോലെ നീലാംബരി, ശതാവരി, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകൊണ്ട്. നമ്മൾ നല്ല തിരക്കേടില്ല, നല്ല കുഴപ്പമില്ലാത്ത സംഭവമാണെങ്കിൽ നമുക്ക് പൈസക്കൊക്കെ പാകാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും കേട്ടോ. ഞാൻ ബേബികളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. ഷെയ്മോളും ഇതൊക്കെ ഇന്ന് അവിടെ ഉണ്ട്, ഉമ്മയുണ്ട് അവിടെ. പിന്നെ കൈയൊക്കെ റെഡി ആകാനും വേണ്ടി ദുആ ചെയ്യേണ്ടി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടിൻ്റെ പാടുണ്ടല്ലോ, പാട പൊട്ടിയതാണല്ലോ. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ വെച്ച് കണ്ട് കൈ ഇങ്ങനെ വറക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്നത്. മുട്ടിൻ്റെ പാട പൊട്ടിയതാണ്. അപ്പോൾ ഡോക്ടർ തിയേറ്ററിൽ കൊണ്ടുപോയിക്കാണ്ട് ഒന്ന് എന്താ പറയുക, ധരിപ്പിച്ചണ സാധനം വെച്ചുകാണ്ട് ഇഞ്ചക്ഷൻ വെച്ചുകാണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പേടിയായിട്ട് ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെയാണ് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാണ് തിരുവാലിയിലൊരു വൈദ്യരുണ്ട്, അങ്ങനെ പോയതാട്ടോ. നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടങ്ങി നിൽക്കണം മക്കളെ, അടങ്ങി നിൽക്കാനും ഇവിടെ ചൊയ്വ്. പിന്നെ ഇപ്പോൾ കാക്കുവിനെ കൊണ്ട് കജണ പോലെ കാക്കു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെയ്മോക്ക് ഋതുവിനൊക്കെ പരീക്ഷയാണ്. എന്നാലും നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അതാണ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ, നമ്മളരിയല്ലേ. പിന്നെ എണ്ണ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് തോന ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാം കുപ്പിയിലാക്കി റെഡി ആക്കിയിട്ട് ഷോർട്സും വീഡിയോസും വിടാമെന്ന് കരുതിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പരക്കം പായേണ്ടി വരും. പിന്നെ ആളെ കിട്ടാനുമില്ല മക്കളെ. ഇതൊക്കെ ഒന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട്, എല്ലാം ഉഷാറാനും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടോ. ബിസിനസ്സിലൊക്കെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടാൻ. അപ്പോൾ ലേഹ്യം വേണ്ടിയാലൊക്കെ പെട്ടെന്നൊന്ന് ഓർഡർ ചെയ്തോളി. നമ്മളെ നട്സ് ലേഹം ഇന്ന് പുതിയ ബാച്ച് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. തടി നന്നാവാൻ, വെള്ളപ്പോക്ക്, അസ്ഥിയുരുക്കം, വൈറ്റ് ഡിസ്ചാർജ്, അതിനൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ ലേഹ്യം കൊണ്ടുപോകണം കേട്ടോ. ഇനിയിപ്പോൾ നോൽബൊക്കെ കഴിഞ്ഞാലേ ക്ഷീണം കുഴച്ചിലിനൊക്കെ നല്ലൊരു ചേഞ്ചിങ് ഉണ്ടാവും. ഭയങ്കര ചൂടും അല്ലേ. അപ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഒരു ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. നമ്മളെ കമൻറ്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. പിന്നെ റിവ്യൂകൾ ഒരുപാടുണ്ട്, വാണ്ടോൽക്ക് ഞാൻ വിട്ടുകൊടുക്കും. ക്ഷമ കാട്ടണം കേട്ടോ. ഒരുപാട് വാട്സപ്പ് മെസ്സേജ് ഉണ്ടാകുമ്പോൾ പാത്തുവിൻ്റെ ഒറ്റ കഴിച്ചുകൊണ്ട് എടുക്കണ്ടേ ഇതൊക്കെ. അതുകൊണ്ടാട്ടോ. പിന്നെ 5 വയസ്സ് മുതൽ ഉപയോഗിക്കാം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുട്ടികൾക്ക് 2 നേരം വെച്ചിട്ട് കൊടുത്താൽ മതി അറിയലുണ്ട്. ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതെന്താണെന്നോ, കുറേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂല അല്ലേ, അങ്ങനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. പിന്നെ ഭയങ്കര വിശപ്പ് വരും. അപ്പോൾ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 10 വയസ്സിന് മേലെ കൂടുതലായിട്ട് പ്രയോജനം ചെയ്യണം. പ്രത്യേകിച്ച് കെട്ടിച്ചാൽ നിൽക്കുന്ന പെൺകുട്ടികളും കെട്ടിച്ച പെൺകുട്ടികളും, അതേപോലെ പീരിയഡ്സ് ആയ പെൺകുട്ടികൾ, PCOD, ബ്ലഡ് കൗണ്ട് കൂടാൻ, തടി വെക്കാൻ, സ്കിന്നിനൊക്കെ ഗ്ലോ കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. എൻ്റെ പരസ്യം ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ആ ചെമ്പിൻ്റെ അടി തിന്നു കണ്ടാണ് ഞാൻ ഈ കോലായത്. ഇപ്പോൾ തിന്നലില്ല കേട്ടോ. നമ്മൾ ഓവറായിട്ട് തിന്നുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ കാക്കു സമ്മതിക്കല്ല, മതി എൻ്റെ തടി എന്ന് പറയല കേട്ടോ. പിന്നെ ഷെയ്മോൾ ഇന്നലെയും പറഞ്ഞ് എന്നെ ചീത്ത അറിയായിരുന്നു.
ഞാൻ തിന്നുകാണ്ട് ഇന്ന ഉണ്ടപ്പക്കുറം ആക്കിയെന്ന്. അപ്പോൾ ഓൾക്ക് വല്ലാണ്ട് കൊടുക്കില്ല. പക്ഷെ ക്ഷീണത്തിനൊക്കെ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ടീസ്പൂൺ കഴിക്കൂട്ടോ. ഒന്ന് നല്ല ഒരു എനർജി, നമ്മളെ എണ്ണ തേച്ച് കുളിച്ചാൽ നല്ല ഉറക്കും കിട്ടും കേട്ടോ. അപ്പോൾ വേണ്ടിയോല് വാട്സപ്പിൽ ഇങ്ങോട്ട് വന്നോളി. മെസ്സേജ് വിട്ടുവെച്ചോണ്ടി ഒഴിവ് ഞാൻ മെസ്സേജിന് വോയിസ് തരും. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മളെ ലേഹ്യം ആണിനും പെണ്ണിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർക്ക് നന്നായിട്ട് പാലും ഉണ്ടാവും, തടിയും വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണ നാച്ചുറലാണ്. വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണത് നിങ്ങൾക്ക് അറിയാലേ. നമ്മളേതായ രീതിയിൽ എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയില്ലാതെ ധൈര്യത്തിൽ വാങ്ങാം. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ കാക്കു വന്നിക്കണം. ഈ സാധനങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ പെട്ടെന്ന് മാറാനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിട്ടോ. കാക്കു ഒറ്റക്ക് ഇളക്കി ഇളക്കി കൊയങ്ങിയിരിക്കണെന്നാണ് പറഞ്ഞത്. പിന്നെന്താ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മാക്കും കുറവുണ്ട് കേട്ടോ, തലക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഉമ്മാനും തന്നെ തൽക്കാലം ഇത് ചെയ്യുകയാണെങ്കിൽ തൽക്കാലം എടുക്കലോ ഒന്നും മാറ്റണം, അല്ലെങ്കിൽ ഉമ്മാനെ കുളിപ്പിക്കലൊക്കെ ആകാം അവിടെ താളം തെറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് രാത്രി സാധനം ഉണ്ടാക്കും. വേണ്ടിയാൽ പെട്ടെന്ന് ഫ്രഷൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചണം, മെസ്സേജ് വിട്ടോളി കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരീട്ടോ. ലൈക്ക് ചെയ്ത് കണ്ട് കാണുവേണ്ടി, മാക്സിമം ഷെയറും ചെയ്യോണ്ടി കേട്ടോ.